ഗുണഭോക്താക്കൾക്ക് സന്തോഷ വാർത്ത. മാർച്ച്, ഏപ്രിൽ, മെയ് മാസ കാലയളവിലേക്കുള്ള ത്രൈമാസ ആനുകൂല്യ വിതരണം കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ഭാഗത്തു നിന്നും ആദ്യഘട്ടം ആരംഭിക്കുന്നു. വെള്ളിയാഴ്ച മുതൽ വിവിധ മേഖലകളിലേക്കുള്ള ആനുകൂല്യങ്ങൾ ഗുണഭോക്താക്കളുടെ ആധാരധിഷ്ഠിത ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേർന്നു തുടങ്ങും. കേന്ദ്ര സംസ്ഥാന ആനുകൂല്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട സാമൂഹ്യ സുരക്ഷാ പെൻഷനുകളുടെ വിതരണം സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും ആരംഭിക്കുമ്പോൾ ഇന്ദിരാഗാന്ധി ദേശീയ വാർദ്ധക്യകാല പെൻഷനുകൾ, വിധവാ പെൻഷനുകൾ, ഭിന്നശേഷി പെൻഷനുകൾ, കർഷക തൊഴിലാളി ക്ഷേമനിധി പെൻഷനുകൾ കൈപ്പറ്റുന്ന ഗുണഭോക്താക്കൾക്ക് പുറമെ കാലങ്ങളോളമായി മുടങ്ങിക്കിടക്കുന്ന കെട്ടിട നിർമ്മാണ മേഖലകളിൽ ആനുകൂല്യം കൈപ്പറ്റുന്ന ഗുണഭോക്താക്കൾക്കും നേരത്തെ കുടിശ്ശികയായിരിക്കുന്ന പെൻഷൻ തുകയിൽ 1-2 ഗഡു കൂടി അനുവദിച്ചേക്കുമെന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. വരാൻ പോകുന്ന ഇലക്ഷനോടനുബന്ധിച്ച് പെരുമാറ്റച്ചട്ടം നിലവിൽ വരുന്നതിന് മുന്നോടിയായി ആനുകൂല്യ വിതരണം സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും ആരംഭിക്കും. ഇതോടൊപ്പം തന്നെ വലിയൊരു വിഭാഗം അനർഹർ ക്ഷേമ പെൻഷൻ പട്ടികയിൽ നിന്നും അനർഹരുടെ ലിസ്റ്റിൽപ്പെട്ട് പുറത്താക്കപ്പെടുകയും ചെയ്യും. സർക്കാരിനെ കബളിപ്പിച്ച് പെൻഷൻ തുക അനർഹമായി കൈപ്പറ്റിയ ആളുകളെ കണ്ടെത്തി 18% പിഴപ്പലിശയടക്കം തുക തിരികെ പിടിക്കാനും നടപടി ആരംഭിച്ചു. ആദായ നികുതി വകുപ്പിന്റെ സഹായത്തോടുകൂടി അനർഹമായി പെൻഷൻ തുക കൈപ്പറ്റുന്ന കാറുള്ള അനർഹരെ കണ്ടെത്തുന്നതിനുള്ള നടപടിയും ആരംഭിച്ചിട്ടുണ്ട്. പെൻഷൻ ഗുണഭോക്താവ് മരണപ്പെട്ടിട്ടും അത് മറച്ചുവെച്ചുകൊണ്ട് ആശ്രിതർ പെൻഷൻ തുക കൈപ്പറ്റിയതായും മരണ സർട്ടിഫിക്കറ്റുകൾ നൽകാതെ പെൻഷൻ തുക അനർഹമായി കൈപ്പറ്റിയതായും സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഇങ്ങനെയുള്ളവർ ഇതുവരെ കൈപ്പറ്റിയ പെൻഷൻ പലിശയടക്കം തിരികെ നൽകേണ്ടി വരും. ഏറ്റവും അർഹതപ്പെട്ട ഗുണഭോക്താക്കൾക്ക് മാത്രം വർദ്ധിപ്പിച്ച പെൻഷൻ തുകയടക്കം എത്തിച്ചേരുന്ന രീതിയിലാണ് മാർച്ച് മാസം മുതലുള്ള വിതരണം ക്രമീകരിച്ചിരിക്കുന്നത്. മാർച്ച്, ഏപ്രിൽ, മെയ് മാസങ്ങളിലെ പെൻഷൻ തുകയുടെ വിതരണം സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഗുണഭോക്താക്കൾക്ക് പരമാവധി 6000 രൂപ വരെ അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരുമ്പോൾ ഒരു വീട്ടിൽ തന്നെ 2 ഗുണഭോക്താക്കൾ ഉണ്ടാകുന്ന സാഹചര്യത്തിൽ പരമാവധി 12000 രൂപ വരെ അക്കൗണ്ടുകളിലേക്ക് എത്തുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. പെൻഷൻ തുകയിൽ വരുന്ന ആഴ്ചയിൽ തന്നെ വലിയൊരു വർധനവ് കൂടി പ്രഖ്യാപിക്കുമെന്നുള്ള സൂചനകൾ കൂടി പുറത്തു വന്നിരിക്കുകയാണ്. പെൻഷൻ തുക 2500 ഉയർത്തുമെന്നുള്ള സുപ്രധാന അറിയിപ്പുകളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തുവന്നത്. സാമൂഹ്യ സുരക്ഷാ പെൻഷനുകളോടൊപ്പം തന്നെ മാർച്ച് മാസത്തിൽ ഗുണഭോക്താക്കൾക്ക് കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നും 2000 രൂപ വീതം കൂടി എത്തിച്ചേരുന്നു. അർഹതപ്പെട്ട ഗുണഭോക്താക്കൾക്ക് പരമാവധി 4000 രൂപ വരെയാണ് ആധാരധിഷ്ഠിത ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരാൻ പോകുന്നത്. PM കിസാൻ സമ്മാൻ നിധി യോജനയുടെ 22ാം ഗഡുവായ 2000 രൂപയുടെ വിതരണമാണ് ആദ്യഘട്ടത്തിൽ ആരംഭിക്കുന്നത്. മാർച്ച് മാസം 13 വെള്ളിയാഴ്ച മുതൽ ഗുണഭോക്താക്കൾക്ക് തുക എത്തിച്ചേർന്നു തുടങ്ങും. മാർച്ച് മാസം 13-ാം തീയതി വൈകുന്നേരം 6 മണിക്ക് മുന്നോടിയായി തന്നെ ഒട്ടുമിക്ക ഗുണഭോക്താക്കൾക്കും തുക എത്തിച്ചേരുമെന്നാണ് കേന്ദ്ര കൃഷി മന്ത്രാലയം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. 25 ലക്ഷത്തോളം വരുന്ന കർഷക ഗുണഭോക്താക്കൾക്കാണ് കേരളത്തിൽ ആനുകൂല്യം എത്തിച്ചേരുക. 21ാം ഗഡുവായ 2000 രൂപ നടപടികൾ പൂർത്തിയാക്കാത്തതിന്റെ പേരിൽ മുടങ്ങിയിട്ടുള്ള ഗുണഭോക്താക്കൾക്ക് 2 ഗഡുക്കളും ചേർത്ത് 4000 രൂപ വരെ അക്കൗണ്ടുകളിലേക്ക് എത്തും. ഇലക്ട്രോണിക് KYC, ലാൻഡ് വെരിഫിക്കേഷൻ എന്നിവ പൂർത്തിയാക്കിയ അർഹരായ ഗുണഭോക്താക്കൾക്കാണ് PM കിസാൻ സമ്മാൻ നിധിയുടെ 22ാം ഗഡുവായ 2000 രൂപ വെള്ളിയാഴ്ച മുതൽ വിതരണം ആരംഭിക്കുന്നത്. വരും ദിവസങ്ങളിൽ കൂടുതൽ മേഖലകളിലേക്കുള്ള ആനുകൂല്യങ്ങൾ പ്രഖ്യാപിക്കും. വരും മണിക്കൂറുകളിലെ സർക്കാർ അറിയിപ്പുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക.